എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരമുണ്ട്. മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്ന് ലേറ്റസ്റ്റ് വാർത്ത കേൾക്കുന്നത് ഇമ്രാൻ ഖാൻ പാക് ജയിലിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. എത്രമാത്രം ശരിയാണെന്നറിയില്ല. മലയാളി മാപ്രകളുടെ ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല, സത്യമാകാം അല്ലാതെ ആകാം. പാണ്ഡൻ നായിയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. നമ്മളെല്ലാം കേട്ട് തഴമ്പിച്ച ഒരു പാട്ടാണല്ലേ. ഇവിടെ എന്ന് പറഞ്ഞ പോലെയാണ് ലോക പോലീസായ അമേരിക്കൻ അച്ചായൻ്റെ കാര്യം. യുദ്ധം അവസാനിപ്പിച്ചു, എന്നാലും അടി നടക്കുന്നുണ്ട്. ഇതാണ് ഇസ്രായേൽ ഹമാസ്, ഉക്രൈൻ റഷ്യ, ഇന്ത്യ പാകിസ്ഥാൻ 3 യുദ്ധങ്ങളുടെ അവസ്ഥ. ഇസ്രായേലിന് ഹമാസിനെ വേരോടെ പിഴുതെറിയാൻ കഴിയുന്നില്ല. ഇന്ത്യക്ക് പാകിസ്ഥാനിലെ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. കാരണം എന്നറിയോ, ഇത് വേരോടെ പിഴുതെറിഞ്ഞാൽ പിന്നെ ഈ സംഭവം ഉണ്ടാവില്ല. പിന്നെ പോലീസിൻ്റെ ആവശ്യമില്ല. കള്ളനല്ലെങ്കിൽ പോലീസിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഭയങ്കര തമാശ കേട്ടാ. പണ്ട് ഏതാണ്ട് ഒരു വലിയ ഫേമസ് ബുക്ക് ഉണ്ടല്ലോ, യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞ പോലെ യുദ്ധവും ബിസിനസ്സും. ഇതൊരു ഭയങ്കര ബിസിനസ് കേട്ടോ, $multi-billion ബിസിനസ്സാണ്. പക്ഷെ ഇതിൽ രസകരമായ കുറച്ച് സംഭവങ്ങളുണ്ട്. സത്യമാണെങ്കിൽ നമ്മൾ ഈ മാപ്രകൾ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ നമ്മളതിൻ്റെ ഒരു ബ്ലൈൻഡ് സ്പോട്ടിലൂടെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടേതായ ഒരു ഡ്യൂ ഡിലിജൻസ് എന്ന് പറയും. അല്ലെങ്കിൽ തന്നെ ഇവരൊക്കെ പോയാൽ പിന്നെ ലോക പോലീസിന് പിന്നെ പ്രത്യേക പണിയൊന്നുമില്ലല്ലോ, ബിസിനസ്സും ഇല്ല. വാൻസ് ട്രംപ് അച്ചായന്മാർ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടായിരുന്നു അല്ലേ? ദിസ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്, ലെറ്റ് ദം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ ടീമുകൾ പെട്ടെന്ന് കയറി ഇടപെട്ടു ഇന്ത്യ പാകിസ്ഥാനിൽ. എന്താ കാര്യം എന്നറിയാം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ എക്സ് നമ്മുടെ ഇലോൺ മസ്കിൻ്റെ എക്സിൽ ഡൊണാൾഡ് ട്രംപാണ് ആദ്യമായിട്ട് ട്വീറ്റ് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വാർ അവസാനിച്ചു, സീസ് ഫയർ അച്ചായനാണ് തീരുമാനിക്കുന്നത്. എനിക്കറിയാൻ മേല അത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത്, ഈ കിളവൻ്റെ ഒരു കാര്യം. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഇന്ത്യ അത്യാവശ്യം മസിൽ കാട്ടി തുടങ്ങി. ചൈനയുടെ പാട്ടക്കളിപ്പാട്ടങ്ങളും US-ൻ്റെ വമ്പൻ ഫൈറ്ററുകളെല്ലാം റഷ്യൻ ഇന്ത്യ സാങ്കേതിക വിദ്യ കൂട്ടുകെട്ടിൽ തകർന്ന് തരിപ്പണമാകുന്നു എന്ന് കണ്ടപ്പോൾ അമേരിക്കൻ അച്ചായൻ ഇടയിൽ വന്ന് പറഞ്ഞു, നിർത്ത് മക്കളെ, സമാധാനം വേണം നമുക്ക്. പച്ചരി മേടിക്കാൻ കാശില്ലാതിരുന്ന പാകിസ്ഥാന് അതിൻ്റെ ഇടയിൽ ഒരു 850 കോടി അല്ല 8500 കോടി അല്ലേ, $100 മില്യൺ IMF നിന്നും പാസ്സാക്കി കൊടുത്തു. അപ്പോൾ അത്യാവശ്യം അവിടെ പച്ചരി മേടിക്കാനുള്ള പൈസയും കിട്ടി. ഇനി ആ കാശ് കൊണ്ട് തിരിച്ച് യുദ്ധ സാമഗ്രികളും മേടിക്കും. ഇതുകൊണ്ടൊന്നും ഭീകരവാദം നിൽക്കില്ല മക്കളെ, നാളെ അത് വീണ്ടും തുടരും. ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്ത് പല കിതാബുകളും പല ദൈവങ്ങളും ഉള്ളിടത്തോളം കാലം യുദ്ധവും രക്തച്ചൊരിച്ചിലും അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഇന്നലെയും തുടങ്ങിയതെന്നല്ല, നമുക്കറിയാലോ. മഹാഭാരതം, ബൈബിള്, ഖുറാന്, ദാസ് ക്യാപിറ്റല്, എന്താ പറയുക, റഷ്യൻ വിപ്ലവം, രക്തരൂഷിതമായ സംഗതികളാണ് നടന്നിട്ടുള്ളത് ലോക ചരിത്രത്തിൽ. അതിന് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് ഇവിടെയൊന്നും അവസാനിക്കൊന്നുമില്ല. ഒരു ഒലീവ് വില പറത്തിയോണ്ടോ പീസ് കീപ്പിംഗ് നടത്തിയോണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ കേരളത്തിലെ മാപ്രകൾക്കെല്ലാം ഭയങ്കര കച്ചവടമായിരുന്നു. എല്ലാവരും അടിച്ച് തകർക്കായിരുന്നു. എത്രയോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. മണിക്കൂറിൽ അരമണിക്കൂറിലൊക്കെ വെച്ചാണ് ന്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലേ. യുദ്ധവും യുദ്ധക്കഥകളും. ഇപ്പോൾ അത് നിന്നു. അവരെല്ലാം ഇപ്പോൾ വല്ല ധർമ്മസങ്കടത്തിലാണ്. യൂട്യൂബ് ചാനൽ നടത്തി 30 വർഷത്തിൽ പരിചയം സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി ഹീറോ ആയ മാത്യു ചായനാണെങ്കിൽ വെള്ളമടിച്ച് വെളിവില്ലാതെ 3 വീഡിയോകൾ ചെയ്തത്. ഇന്ത്യയുടെ 7 വിമാനം തകർന്ന് വീഡിയോ ചെയ്ത് ചാനൽ തന്നെ അറം പറ്റി. വാർത്ത കേട്ടത് തലയിൽ കെട്ടഴിഞ്ഞപ്പോഴാണ്. അച്ചായൻ്റെ ഒക്കെ എന്താ പറയുക, ഹാങ് ഓവറൊക്കെ മാറി നോക്കിയപ്പോഴാണ് അവിടെ അവൻ്റെ RCയും മറുനാടനും മേജർ രവിയെല്ലാം ചേരിക്കിട്ട് പണിതു. അച്ചായൻ ആരമോൻ, അച്ചായൻ വിട്ടുകൊടുക്കുന്ന പാർട്ടിയൊന്നുമല്ല. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൽ വർഷങ്ങൾക്ക് മുന്നേ BJP, മോദിജി, അമിത്ഷാ ഒക്കെ വരുന്നതിന് മുന്നേ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി അത്യാവശ്യം കിടിലൻ ബുദ്ധിയുള്ള അച്ചായനാണ്. അച്ചായൻ വിട്ടുകൊടുത്തില്ല. മലയാളത്തിൽ നിങ്ങൾ കുട്ടികൾ ഇംഗ്ലീഷ് ഉണ്ടല്ലോ. അതുമല്ലെങ്കിൽ പുള്ളി നേരെ ബോസ്റ്റണിലോട്ട് വരും. ഇവിടെ ഗ്രീൻ കാർഡ് ഉണ്ട്. പുള്ളി എന്ത് ചെയ്തു, ഇംഗ്ലീഷിലെ അടുത്തൊരു വീഡിയോ അടിപൊളിയായിട്ട്, പാകിസ്ഥാൻ ഇനി വെച്ചേക്കരുത്, അടിച്ച് തകർത്ത് ഇല്ലാതെയാക്കണം, ഭൂപടത്തിന് നീക്കിക്കളണം, അതിന് ഇന്ത്യക്ക് മാത്രമേ കഴിയുള്ളൂ, ഇന്ത്യക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തു.
അപ്പോൾ വീണ്ടും ആര് BJP വെട്ടിലായി. ഇത്രയും അടിപൊളിയായിട്ട് വീഡിയോ ചെയ്ത് ഈ അച്ചായനെ കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ നാളെ അത് BJPക്ക് ഒരു ഭയങ്കര തീരെ നഷ്ടമാവും. പ്രത്യേകിച്ച് കേരളത്തിൽ നസ്രാണികളെ മുഴുവൻ അടുപ്പിക്കുന്നൊരു വീഡിയോ ആണ് അച്ചായൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ അച്ചായനെ പൂട്ടിക്കെട്ടി ശരിയാവില്ല. അപ്പം അങ്ങനെ അവർ വീണ്ടും വെട്ടിലായി. ഇതൊക്കെയാണ് മാപ്രകളുടെ വിശേഷങ്ങൾ. ഇനി അതിനിടയിൽ തഹാവൂർ റാണ, ഞാൻ അന്നേ പറഞ്ഞു ഈ റാണയെ കൊണ്ടുവരുമ്പോൾ റാണയെക്കുറിച്ചുള്ള ഒരു വിശേഷങ്ങളും പത്രമാധ്യമങ്ങൾ പറയരുതെന്ന്. റാണ എന്ത് കഴിച്ചു, റാണ എത്ര പ്രാവശ്യം നിസ്കരിച്ചു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റാണയെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. അടുത്ത് വേടനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരനാണ്, തൃശ്ശൂർക്കാരനാണ്, അടിപൊളി താരാണ്. തഹാവൂർ റാണയും വേടനും ഷാജൻ്റെ ഷർട്ടില്ലാത്ത അറസ്റ്റും അതൊക്കെ പോട്ടെ, നമ്മുടെ ആത്മീയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കത്തോലിക്കരുടെ, ലോകമെമ്പാടുമുള്ള കത്തോലിക്കരുടെ ദ സ്ട്രോങ്ങസ്റ്റ് റിലീജിയൻ, ദ റിച്ചസ്റ്റ് റിലീജിയൻ, അവരുടെ ആത്മീയ നേതാവായ പോപ്പ് പ്രിയപ്പെട്ട ലിയോനെ കുറിച്ചുള്ള ന്യൂസ് പോലും മലയാളികൾ മനസ്സോടെ മറന്നു കളഞ്ഞു. എന്തൊരു കഷ്ടം നോക്കണേ. ഇതാണ് മലയാളിയുടെ മൊത്തത്തിലുള്ളൊരു മനോഗതി. ഏതാണോ ചൂടേറിയ വിഷയം, അല്ലാതെ ഏതാണോ കാര്യമായ കാതലായ വിഷയം എന്നുള്ളത് മലയാളിക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ആയുധ കച്ചവടത്തിൽ ഫ്രാൻസും റാഫേലും ഇന്ത്യയുടെ ബ്രഹ്മോസും എല്ലാം ഇനി അടിച്ച് തകർക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് മനുഷ്യനെ ഇൻഫർമേഷൻ ലോകമാണല്ലേ, IT, ഇൻഫർമേഷൻ ടെക്നോളജി. ഈ 8 മണിക്കൂർ 10 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ, ആ ജോലിക്ക് ഇടയിലും ജോലി കഴിഞ്ഞാലും വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പിന്നെ മറ്റെല്ലാ അനവധി കാര്യങ്ങളുടെ ഇടയിൽ ഈ ന്യൂസുകൾ ഇങ്ങനെ ബോംബാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് പറഞ്ഞ് തിരിച്ച് നിർത്തുന്നതിൽ അത്യാവശ്യമുള്ള ന്യൂസ് മനുഷ്യൻ കേൾക്കുന്നുള്ളൂ. അനാവശ്യമില്ലാത്തൊന്നും കേൾക്കുന്നില്ല. അത്യാവശ്യം എന്താണ്? അപ്പോൾ യുദ്ധമാണെങ്കിൽ യുദ്ധമാണ് അത്യാവശ്യം. അപ്പോൾ എല്ലാ യൂട്യൂബ് ചാനലുകാരും എല്ലാ മറ്റ് മെയിൻ മീഡിയക്കാരും പത്രക്കാരെല്ലാം ഈ യുദ്ധത്തിൻ്റെ പുറകിലായിരിക്കും. അതിനിടയിൽ ആരാണ് പോപ്പിൻ്റെ വിശേഷം എന്താണ്, ഷാജൻ എന്ത് പറ്റി, വേടൻ എന്ത് പറ്റി, ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയമില്ല. പക്ഷേ യുദ്ധവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സമാധാനത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉള്ള ചവറ് മുഴുവൻ ആൾക്കാർ നോക്കും, ശ്രദ്ധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വേടൻ്റെ ഒരു വീഡിയോ കണ്ടു. മറ്റേ തൃശ്ശൂർ ഞാൻ വളരെ നന്നായിട്ട് അറിയുന്ന മറ്റേ മുളകുന്നത്താവ് അമ്പലത്തിനടുത്ത് അവൻ്റെ വീടെന്ന് പറയണേ. വാടകയ്ക്ക് ആവശ്യത്തിനാണ്, എവിടുത്തേരനാണെന്ന് അറിയില്ല. അവൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, 6 ലക്ഷം പേരൊക്കെ കണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, അത് കണ്ടത് ഏകദേശം 8 ലക്ഷം ആൾക്കാർ. വേടനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ വെടിയിങ്ങനെ അവിടെ ഇവിടെയും പൊട്ടുന്നുണ്ട്. പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള എല്ലാ സമാധാന പ്രേമികൾക്കും ഒരിക്കൽ കൂടെ സമാധാനം ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.